അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 92ാമത് ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ സംസ്ഥാന ജനറൽ കൺവെൻഷൻ്റെ 4ാമത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ലഭിച്ച അവസരം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു പദവിയായി ഞാൻ കണക്കാക്കുകയും വിലപ്പെട്ട അവസരം എനിക്ക് ഒരുക്കി തന്ന ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് ഓവർസിയർക്കും സ്റ്റേറ്റ് കൗൺസിലിനും സ്റ്റേറ്റ് ബോർഡിനും എൻ്റെ പ്രത്യേകമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ദൈവസഭയുടെ അനുഗ്രഹീതമായ നേതൃത്വം വഹിക്കുന്ന എൻ്റെ ഗുരുനാഥൻ കൂടിയായിരിക്കുന്ന പാസ്റ്റർ PJ ജെയിംസ് അവറുകൾ, നമ്മുടെ അസിസ്റ്റന്റ് ഓവർസിയർ പാസ്റ്റർ BG മാധു സാറ്, നമ്മുടെ മുൻ ഓവർസിയറും കർണാടക മലയാളം റീജിയൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന പാസ്റ്റർ കുഞ്ഞപ്പി അവറുകൾ, വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, എഡ്യൂക്കേഷൻ ഡയറക്ടർ ഉൾപ്പെടെ YP ഡയറക്ടർ, ഇവാഞ്ചലിസം ഡയറക്ടർ, മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹെഡുകൾ, അമേരിക്കൻ ഐക്യനാടിൽ നിന്ന് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ വളരെ ആദരവോടെ ഞങ്ങളെ സ്നേഹിക്കുകയും ശുശ്രൂഷയ്ക്ക് വിലപ്പെട്ട അവസരങ്ങൾ ഒരുക്കി തരികയും ചെയ്യുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ നീണ്ട നിര ഇവിടെയുണ്ട്. ഞാൻ ക്രിസ്തുവിൽ പ്രതിതുല്യം സ്നേഹിക്കുന്ന ആദരണീയനായ കാനമച്ചൻ, സ്തോത്രം, എല്ലാ എൻ്റെ കൂട്ടുപ്രവർത്തകരായ കൗൺസിൽ മെമ്പേഴ്സ്, കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, സ്റ്റേറ്റ് ബോർഡ്, പ്ലാനിംഗ് ബോർഡ്, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന അനുഗ്രഹീത ഗായക സംഘം, ഈ പ്രോഗ്രാമുകൾ പകർത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, ദൈവവചന ശുശ്രൂഷയിൽ എന്നോടൊപ്പം കേരളത്തിൽ 1000 അധിക സഭകളിൽ ശുശ്രൂഷിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ഏകദേശം 100ഓളം സെൻറ്ററുകളുടെ ചുമതല വഹിക്കുന്ന സെൻട്രൽ ശുശ്രൂഷകന്മാർ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തെ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് പകലൊക്കെ ഞാൻ ഒത്തിരി ഭാരത്തിലായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ ഭർത്താവ് 48 വയസ്സ്, ലിവർ സിറോസിസും കിഡ്നിയുടെ ട്രബിളുമായി എറണാകുളത്തെ ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുക, ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കാൻ എഴുന്നേൽക്കും മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും കരം കോർത്ത് പിടിച്ച് ഞങ്ങൾ ഈ പന്തലി വെച്ച് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കഴിയുമ്പോൾ സൗഖ്യമാകും എന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളോട് ഉറപ്പ് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും ഹോസ്പിറ്റലിലുണ്ട്. എന്നാൽ ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ വന്ന ശേഷം ആ മകൻ മരിച്ചുപോയി എന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് എന്നെ ഓർപ്പിക്കുകയുണ്ടായി. എങ്കിലും ദൈവത്തിന് ഹിതമതായിരുന്നു. ശുശ്രൂഷ അതൊന്നും ബാധിക്കാതിരിക്കാൻ ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുകയാണ്. ഇവിടെ എൻ്റെ പ്രിയ സ്നേഹിതൻ ഹാപ്പി ഒരു അല്ലേലിയ പറയിപ്പിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നത് ഞാൻ കാണുകയുണ്ടായി. അല്ലേലിയയുടെ വില അറിയത്തില്ലാത്തതുകൊണ്ടാണ്. റെയ്നാൾഡ് ബോങ്കെ എന്ന് പറയുന്ന ദൈവദാസൻ ചില വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു രാത്രി യോഗത്തിലും ഒരു പകലത്തെ പവർ കോൺഫറൻസിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ആ പകൽ യോഗത്തിൽ താനൊരു കാര്യം പറഞ്ഞു. താന് ആഫ്രിക്കയിൽ നടന്ന ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന വലിയ ക്രൂസൈഡിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി 3 മാസത്തെ പ്രചരണം, അതിന് ബോഷർ അടിച്ച് ഫ്ലക്സ് അടിച്ച് മീഡിയകളിൽ കൂടെ കൊടുത്ത് ന്യൂസ് ചാനലുകളിലൂടെ വാർത്ത കൊടുത്ത് വളരെ ശക്തമായ പ്രവർത്തനം നടക്കുകയാണ്. താൻ സ്വന്തം ഫ്ലൈറ്റിൽ കൺവെൻഷൻ സ്ഥലത്തേക്ക് വരികയാണ്. 4 മന്ത്രവാദികൾ തനിക്ക് ഈ പ്രോഗ്രാം നടക്കാതിരിക്കുവാൻ ഈ പ്രോഗ്രാം അറിഞ്ഞ ദിവസം മുതൽ ദീർഘമായ 3 മാസങ്ങൾ തനിക്കെതിരെ ശക്തമായ മന്ത്രവാദങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഒന്ന്, താനെ വരുന്ന ഫ്ലൈറ്റ് തകർത്തിപ്പോകണം. 2, ഫ്ലൈറ്റ് തകരാതെ വന്നാൽ ലാൻഡ് ചെയ്ത് പുറപ്പെടുന്ന കാറിൽ
മൈതാനത്തേക്ക് വരുമ്പോൾ ആ കാർ തകരണം. എന്തായാലും ബോങ്കെ അവിടെ വരരുത്. ഇത് രണ്ടും സംഭവിക്കുന്നില്ലെങ്കിൽ പ്രകൃതിക്ഷോഭമുണ്ടായി, കാറ്റോ മഴയോ ഉണ്ടായി കൺവെൻഷൻ ഇല്ലാതാകണം. അതല്ലെങ്കിൽ ആളുകൾ വരാതിരിക്കാൻ കാരണമുണ്ടാകണം. ഇങ്ങനെയൊക്കെ അവർ മന്ത്രങ്ങൾ ചെയ്തു. പക്ഷേ ബോങ്കെ വന്നു, പ്ലെയിൻ തകർന്നില്ല, കാറ് തകർന്നില്ല, കാലാവസ്ഥ മാറിയില്ല. ശക്തമായ ആൾക്കൂട്ടം താൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ ലക്ഷങ്ങൾ ആ യോഗത്തിന് പങ്കെടുത്തു. താൻ എല്ലാ യോഗത്തിലും കയറുമ്പോൾ ഒരല്ലേലുയ പറയും. നമ്മുടെ കൂട്ട് പ്രതികരിക്കാതിരിക്കത്തില്ല, ജനമെല്ലാം ഏറ്റ അല്ലേലുയ പറയും. പക്ഷെ അന്ന് ദൈവാത്മ പറഞ്ഞു, നീ ഇന്ന് 4 അല്ലേലുയ പറയണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കർത്താവേ ഇന്ന് 4 അല്ലേലുയ, നീ 4 അല്ലേലുയ പറയണം. കാര്യമൊന്നും ദൈവം പറഞ്ഞില്ല, പക്ഷേ 4 അല്ലേലുയ പറയാൻ പറഞ്ഞു. താൻ സ്റ്റേജിൽ കയറി പതിവിന് വിരുദ്ധമായി 4 അല്ലേലുയ പറഞ്ഞു. 4 അല്ലേലുയായും 6 ലക്ഷം ജനങ്ങൾ ഏറ്റു പറഞ്ഞു. യോഗം ശക്തമായി നടന്ന ആയിരങ്ങൾ പ്രാർത്ഥിക്കാൻ സ്റ്റേജിൽ വന്നു. സ്റ്റേജിന് മുമ്പിൽ വന്നത് തല മുഴുവൻ ജട കെട്ടി, കണ്ണ് ചുമന്ന് ഒരു ഭീകരനായ കൊടും മന്ത്രവാദി വിറച്ചുകൊണ്ട് അവൻ്റെ തകിടും വടിയെല്ലായിട്ട് വന്ന് നിൽക്കുകയാണ്. ബോങ്ക ചോദിച്ചു, നീ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 4 പേര് ഈ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടിയ മന്ത്രവാദികളാണ്. നീ 1ാമത്തെ അല്ലേലുയ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പ്രോഗ്രാം നശിപ്പിക്കാൻ 3 മാസം ശ്രമിച്ചിട്ട് നടക്കാഞ്ഞുകൊണ്ട് ഇന്ന് വൈകിട്ട് 4 മൂലയ്ക്ക് ഞങ്ങൾ 4 പേര് വന്നിരുന്ന് മന്ത്രം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 1ാമത്തെ അല്ലേലുയായ്ക്ക് 1ാമതിരുന്നവൻ താഴെ വീണു. 2ാമത്തെ അല്ലേലുയ്ക്ക് 2ാമത്തവൻ താഴെ വീണു. 4 അല്ലേലുയ പറഞ്ഞപ്പോൾ 4 പേര് വീണു. അതിൽ 3 പേര് ഇപ്പോൾ അവിടെ കിടക്കുന്നേ ഉള്ളൂ. ഞാൻ എഴുന്നേറ്റ് വന്നാന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നീ ഒരു അല്ലേലുയ പറഞ്ഞാൽ നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ ശുശ്രൂഷക്കെതിരെ ഉയരുന്ന സകല പൈശാചിക പോരുകളെ, ആഭിചാര, അന്യാരാധന, മന്ത്രവാദ ശക്തികളെ ഒറ്റ അല്ലേലുയ തകർക്കുവാൻ, തകിടം മറിക്കുവാൻ യേശുവിനെ കഴിയും. വിശ്വസിക്കുന്നവർ 2 കരമടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഈ പന്തലിൽ ആത്മാവിന്റെ തീയുടെ ശക്തി ഉയരുവാൻ. ഓ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ അനേക കൺവെൻഷനുകളിൽ സ്ഥിരമായി പോകുന്ന ഒരാളാണ്. ഇതര സഹോദര പെന്തക്കോസ്ത് സഭകളുടെ ഈ മൈക്ക് ഇച്ചിലൂടെ ശരിക്കും വെക്കാം. ഹലോ, ഇതൊരു ലോക്കൽ കൺവെൻഷൻ്റെ മൈക്ക് പോലെ ഇരിക്കുന്നു. നിങ്ങളുടെ സെറ്റ് നല്ലതാണ് എൻ്റെ വിചാരം. ഇച്ചിലൂടെ നന്നായിട്ട് ശബ്ദം കൊടുത്ത ഞങ്ങളുടെ പന്തലുള്ളവരെല്ലാം കേൾക്കട്ടെ. ശരിയായി വരുന്നുണ്ട് ഇച്ചിലൂടെ. ഓക്കെ, നമ്മൾ ശബ്ദത്തിന് വേണ്ടിയാണല്ലോ, അല്ലെ പിന്നെ മൈക്കില്ലാതെ പ്രസംഗിച്ചാൽ പോരെ. ശ്രദ്ധിച്ചേ, അവിടെയൊക്കെ ഒരൊറ്റ ദിവസം പോലെ എഴുന്നേറ്റ് മുന്നോട്ടിരിക്കുക എന്ന് പറയുന്ന പലയിടത്തും ഞാൻ കാണുന്നില്ല. അവർ മുന്നോട്ടായിരിക്കുന്നത്. നമ്മുടെ യോഗത്തിൽ മാത്രം ഇങ്ങനെ കഴിഞ്ഞ 3 ദിവസമായിട്ടും എഴുന്നേറ്റ് മുന്നോട്ടിരിക്കാൻ പറയുക. എന്നെ മാനിക്കണ്ട, എൻ്റെ പിന്നാലെ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന് സൗഖ്യമായ അതിശക്തനായ ദൈവസഭയുടെ ഒരു ഓവർസറാണ് പ്രസംഗിക്കാൻ പോകുന്നത്. അദ്ദേഹം വരുമ്പോൾ ഇങ്ങനെ അവിടെ ഒരു കസാറയിൽ ഒരാൾ, ഇവിടെ ഒരു കസാറയിൽ ഒരാൾ. ഇതല്ലേ ഈ തൂലിയാക്കാർ. ഞാനീ പറയുന്നത് പകർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾക്കൊരു ക്ഷീണം വരാതിരിക്കാൻ. അതുകൊണ്ട് ദയവായിട്ട് അകലെ ചെതറിയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാരല്ല, ഒന്ന് എഴുന്നേറ്റ് ഈ വീക്കെൻഡായ കസര എന്ന് പറഞ്ഞു. എല്ലാവരും ഒന്ന് എഴുന്നേക്കണം. അങ്ങ് പുറകിരിക്കുന്ന കൂട്ടമായ ആളുകളൊന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വരണം. നമുക്കൊരു പാട്ടിൻ്റെ 2 സംസ യേശു നല്ലവൻ എന്നുള്ള പാട്ടൊന്ന് പാടണം. യേശു നല്ലവൻ, അത് ഓർത്തെങ്കിലും ജനം മുന്നോട്ട് വരും. ഒന്ന് എഴുന്നേറ്റാട്ടെ എല്ലാവരും, ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റാട്ടെ. എഴുന്നേറ്റിട്ട് ഏറ്റവും പുറകെയുള്ള സഹോദരങ്ങൾ ഉൾപ്പെടെ, അങ്ങ് ചതുരിക്കുന്ന സഹോദരിമാർ ഉൾപ്പെടെ നിങ്ങളുടെ മുഖം കണ്ടൊന്ന് പ്രസംഗിക്കാമല്ലോ. എൻ്റെ 5 മിനിറ്റ് പൊക്കോട്ട് കുഴപ്പമില്ലെങ്കിലും സാരമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എഴുന്നേക്കാത്ത വിലപ്പെട്ട സഹോദരിമാരുണ്ട്. നിങ്ങളുടെ അനുസരണത്തിനായി പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെളിയിൽ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ദയവായി കൺവെൻഷന് വന്നവര് കത്ത് കൊടുക്കാനും ഓമക്കത്ത് കൊടുക്കാനുള്ള സമയമൊക്കെ യോഗം കഴിഞ്ഞ് ചെയ്യാം. ഇപ്പൊ യോഗത്തിൽ കയറിയിരുന്ന ദൈവദാസന്മാരോട് എഴുന്നേറ്റ് നമുക്ക് ചേർന്ന് യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം പാടും ഞാൻ. യേശു നല്ലവൻ, അതേ എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ,
യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം പാടും ഞാൻ. യേശു നല്ലവൻ, അതേ എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ. ചെങ്കടൽ പിളർന്നു നൽവഴി നടത്തിടൂ, അടിമയും യുഗം തകർത്തു ചിറകുകൾ വിടർത്തി മറുവിൽ കാത്തിടുന്നവൻ യേശു നല്ലവൻ. ചെങ്കടൽ പിളർന്നു നൽവഴി നടത്തിടൂ, അടിമയും യുഗം തകർത്തു ചിറകുകൾ വിടർത്തി മറുവിൽ കാത്തിടുന്നവൻ യേശു നല്ലവൻ. കോട്ടകൾ പകർത്തിടാൻ ബലത്തെ നൽകിടൂ, വീട്ടിയ ഭുജത്താൽ എന്നെ നടത്തിടുന്നു. വീട്ടിലെത്തുവോളം മുൻമുഖത്തെ നോക്കിടാ യേശു നല്ലവൻ. കോട്ടകൾ പകർത്തിടാൻ ബലത്തെ നൽകിടൂ, വീട്ടിയ ഭുജത്താൽ എന്നെ നടത്തിടുന്നു. വീട്ടിലെത്തുവോളം മുൻമുഖത്തെ നോക്കിടാ യേശു നല്ലവൻ. യേശു നല്ലവൻ, എൻ യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം പാടും ഞാൻ. യേശു നല്ലവൻ, അതേ എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ. ആമേൻ. ചെങ്കടൽ പിളർന്നു നൽവഴി നടത്തിടൂ, അടിമയിൽ മുഖം തകർത്തു കൊടുത്തവൻ ചിറകുകൾ വിടർത്തി മറുവിൽ കാത്തിടുന്നവൻ യേശു നല്ലവൻ. ആമേൻ. ചെങ്കടൽ പിളർന്നു നൽവഴി നടത്തിടൂ, അടിമയിൽ മുഖം തകർത്തു വീണ്ടെടുത്തവൻ ചിറകുകൾ വിടർത്തി മറുവിൽ കാത്തിടുന്നവൻ യേശു നല്ലവൻ. ആമേൻ. ചെങ്കടൽ പിളർന്നു നൽവഴി നടത്തിടൂ, അടിമയിൽ മുഖം തകർത്തു കാത്തിടുന്നവൻ യേശു നല്ലവൻ. യേശുവിന്റെ നാമത്തിൽ ദൂതനെതിരെ, വചനത്തിനെതിരെ, ശുശ്രൂഷക്കെതിരെ, ദൈവപ്രവർത്തിക്കെതിരെ ഈ പന്തലകത്ത് പുറത്ത് വ്യാപരിക്കുന്ന എല്ലാ ദൂതാത്മ ശക്തികളെ, എല്ലാ ദുരാലോചന മണ്ഡലങ്ങളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിക്കുകയാണ്. എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. കരമുയർത്തി നമുക്ക് ചേർന്നൊരല്ലേ പറയാം. ദൈവം തന്ന ശബ്ദത്തിൽ ഈ രാത്രി പ്രാപിച്ച വിടുതലോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുതം കാണുമെന്ന് ഉറപ്പോടെ എല്ലാവർക്കും ഇരിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ അനുസരണത്തിന് പ്രത്യേക നന്ദി പറയുന്നു. 4 വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിപ്പിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 4, 5, 6 വാക്യം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാമത്തെ വാക്യം. ഈ വാക്യങ്ങൾ ഇപ്പോൾ ഇവിടെ വായിക്കുമല്ലോ. മർക്കോസ് 7:37. അവൻ സകലവും നന്നായി ചെയ്തു. യോഹന്നാൻ മതി. യോഹന്നാൻ 13:4, 5, 6 വാക്യം. അത്താഴത്തിൽ എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. കാല് കഴുകുവാനും തുവർത്തുകൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. അവൻ ശിമോൻ മതി. യോഹന്നാൻ 11:35.
യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങളുടെ മഹായോഗത്തിന്റെ 4ാമത്തെ രാത്രിയിൽ നിരദാസന്മാർ കൂടെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന ശക്തമായ ദൂതുകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പിന്നെയും ലഭിച്ച വചനത്തിനായി സ്തോത്രം. വചനവാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. ദൂതുകളുടെ പ്രകാശനത്തെ തടയുന്ന, ആത്മീക ചൈതന്യത്തെ തടയുന്ന, ആത്മീയ ആരാധനയെ തടയുന്ന, അകത്തും പുറത്തും ഒളിഞ്ഞും തെളിഞ്ഞും വ്യാപരിക്കുന്ന എല്ലാ അന്യാരാധന പോരുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി അഴിക്കുകയാണ്. ശുശ്രൂഷ വെളിപ്പെടാതിരിക്കുവാൻ, ദൂത പ്രകാശിക്കാതിരിക്കുവാൻ, ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി പ്രകാശിക്കാതിരിക്കുവാൻ, ജനത്തിൻ്റെ വിടുതലിനെ തടഞ്ഞ് വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ട പോരുകളെ ഉഷാരമന ഇന്ന് രാത്രി അഭിഷക്തഗണം ഒരുമിച്ച് അതിനെ ജയമെടുക്കുന്ന കർത്താവേ, നിന്റെ മഹത്വം ഇറങ്ങട്ടെ. ഞങ്ങൾ ക്രൂശിന് മറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. 3 ദിവസം മുമ്പ് എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സ്നേഹിതൻ, എൻ്റെ സെൻട്രലിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ കെ തോമസ് കുട്ടിയുടെ വണ്ടിക്ക് അല്പമായ പണി വന്ന് അദ്ദേഹം വർക്ക്ഷോപ്പിലേക്ക് പോകുമ്പോൾ കൂടെ ഞാനും ആ വണ്ടിയിലായിരുന്നതുകൊണ്ട് അവിടെ ചെല്ലുവാനിടയായി. അവിടെ ചെല്ലുമ്പോൾ മർത്തോമായിലെ വളരെ സീനിയറായ ഒരു അച്ഛൻ പാസ്റ്റർ KT എബ്രഹാം, അദ്ദേഹത്തിൻ്റെയും വണ്ടി സർവീസിനുള്ള ബന്ധത്തിൽ അവിടെ കൊണ്ടുവന്നു. അദ്ദേഹവുമായി ഞങ്ങൾക്ക് പരിചയപ്പെടുവാനും കൈ കൊടുക്കുവാനും വർത്താനം പറയാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നെ വളരെ പരിചയമാണ്. ഇനി ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുക. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന സഭയുടെ തൊട്ടടുത്താണ് എൻ്റെ വീട്. എനിക്കവിടെ വീടില്ല, സ്ഥലമേ ഉള്ളൂ. ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ മടശ്ശേരിക്കരയിലാണ് മർത്തോമ പള്ളിയുടെ ചാർജിലിരിക്കുന്നത്. നിങ്ങളുടെ പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ എനിക്കറിയാം. ഇപ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ആരൊക്കെയാണ്, സെൻട്രൽ എങ്ങനെയാ, മിഷൻ എങ്ങനെയാ, ഓരോ കാര്യങ്ങൾ ചോദിച്ചു അദ്ദേഹം. അപ്പം ഞാൻ ലോക്കൽ സഭയെക്കുറിച്ച്, സെൻറ്ററിനെക്കുറിച്ച്, സോണലിനെക്കുറിച്ച്, നമ്മുടെ സ്റ്റേറ്റിനെക്കുറിച്ച്, സ്റ്റേറ്റ് ഓവർസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഓവർസറുടെ പേരെന്തോ ഞാൻ പറഞ്ഞു, പാസ്റ്റർ PJ ജെയിംസ്. PJ ജെയിംസ് ആണോ നിങ്ങളുടെ ഓവർസർ? ഞാനും അദ്ദേഹം ഒന്നിച്ചൊരു മുറിയിൽ 4 വർഷം താമസിച്ചതാ. അദ്ദേഹം ഓവർസറായോ? എത്ര സഭകളുണ്ട്? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് 1000-ലധികം സഭകൾ കേരളത്തിൽ മാത്രമുണ്ട്. 174 പരം രാജ്യങ്ങളിൽ ഞങ്ങളുടെ പ്രസ്ഥാനമുണ്ട്. ഞങ്ങൾക്ക് കോടിക്കണക്കിന് വിശ്വാസികളുണ്ട് എന്നൊക്കെ വളരെ ആവേശത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹം നേതാവായതിൻ്റെ പുറകിലൊരു കഥയുണ്ട് പാസ്റ്ററെ. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുറിയിലാണ് താമസിച്ചത്, ഞാൻ നേരത്തെ കിടക്കും, അദ്ദേഹം കിടക്കത്തില്ല. പാവതുക്കെ വലിച്ചു മാറ്റി രാത്രി മുഴുവൻ മുട്ടയിരുന്ന് 2 കൈയും മുകളിലോട്ട് ഉയർത്തി രാത്രി എന്നും പ്രാർത്ഥിക്കും. ഞാനത് പലപ്പോഴും ആവർത്തിക്കാൻ ആഗ്രഹിച്ചെങ്കിലും എനിക്കിതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ടൊരു വീട് പോലും വെക്കാൻ ഒത്തിട്ടില്ല. അദ്ദേഹത്തെ ദൈവം ഒത്തിരി മാനിച്ചു. അദ്ദേഹം നേതൃത്വത്തിൽ വന്നെങ്കിൽ അന്ന് മദ്രാസിൽ എൻ്റെ ആ മുറിയിലിരുന്ന് 2 കൈ ഉയർത്തി പ്രാർത്ഥിച്ചതിൻ്റെ ഗുണമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ആദരം. ഞാൻ ഇതുവരെ ജെയിംസ് സാറിൻ്റെ ഇത് പറഞ്ഞില്ല, ഞാനിപ്പോൾ നിങ്ങളെല്ലാവരും കേൾക്കെ പറയുകയാണ്. സ്തോത്രം. അപ്പം നമ്മളറിയാത്ത ഒരു സാക്ഷി നമ്മളെക്കുറിച്ച് പുറത്തുണ്ടെങ്കിൽ അതെത്രയോ നല്ലതാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇവിടെ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ഇന്ന് പകൽ സന്ധ്യ വരെ നമ്മളെല്ലാവരും ക്രിസ്തുയേശുവിലെ പാവമാകുന്നതിനെക്കുറിച്ച് ഇങ്ങനെ മെസ്സേജുകൾ കേട്ട് നമ്മൾ എല്ലാവരും തലം വന്നിച്ചിരിക്കുകയാണ്. എല്ലാവരും ക്രിസ്തുവിൻ്റെ പാവമായി തീരുവാനുള്ള വലിയ ആഗ്രഹത്തിൽ, ആവേശത്തിലാണ്. ഒരാളെ മാതൃകയാക്കുന്നതിന് മുമ്പേ, ആ ആളിൻ്റെ മനസ്സുള്ളവരാകുന്നതിന് മുമ്പേ അനുകരിക്കാൻ പോകുന്ന യേശു ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ അവനെ മാതൃകയാക്കാനായിട്ട്. സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രം. ഇന്നലെ ബഹുമാനായ അച്ഛൻ ഓർപ്പിച്ചത് ഒരു പായസത്തെക്കുറിച്ച് വളരെ മണിക്കൂറുകൾ പറഞ്ഞു. അതിൻ്റെ രുചിയെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചു, നീ ആട്ടെ എവിടുന്ന് ഈ പായസം കുടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുടിച്ചില്ല, കുടിച്ചൊരാൾ പറഞ്ഞത് കേട്ടാന്ന് പറഞ്ഞതുപോലെ ആരെങ്കിലും അനുഭവിച്ച ഒരു യേശുവിനെ മാതൃകയാക്കാൻ ആർക്കും കഴിയത്തില്ല. ജീവിതത്തിൽ യേശു ആരാന്നറിഞ്ഞവന് മാത്രമേ യേശുവിനെ യഥാർത്ഥമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. യേശു എനിക്ക് ആര് എന്ന് ചോദിച്ചാൽ എനിക്ക് യേശു ആരെന്ന് ഉറപ്പുള്ളവന് ഇന്ന് രാത്രി ഇവിടെ ആരും നിർബന്ധിച്ച് ഹല്ലേലൂയ പറയിപ്പിക്കണ്ട, കൈയടിപ്പിക്കണ്ട, സ്തോത്രം പറയിപ്പിക്കണ്ട. അവൻ്റെ അകത്ത് ആരാധന ഉയർന്നുകൊണ്ടിരിക്കും. കാരണം ഉലകത്തിൽ ആരാധിക്കാൻ യോഗ്യൻ അവനല്ലാതെ മറ്റൊരുത്തനില്ല. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ പറയാൻ പറഞ്ഞ ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഹല്ലേലൂയ ഉറങ്ങുന്ന മയങ്ങുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല. ഈ പന്തലിന് സ്തോത്രം മാക്സിമം ഒരു 200 അടി നീളം, 300 അടി വീതിയൊക്കെ കാണത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ യേശു പണിയാൻ പോകുന്ന വീട്, പണിതുകൊണ്ടിരിക്കുന്ന വീട്, പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന വീട്
3200 നാഴിക നീളം എന്ന് പറഞ്ഞാൽ 3160 മൈലിന് വെളി വരും ഒറ്റ നീളം. അത്രയും വീതി, അത്ര ഉയരം. നമ്മുടെ ഈ പന്തലിനകത്ത് നിറയ്ക്കാൻ വേണ്ടി എത്ര 100 കണക്കിന് ട്യൂബ് ലൈറ്റ്, അത് CFN ഹാലജന് എല്ലാം വെച്ചിട്ട് ആ മൂലയ്ക്കുള്ളവരെ കാണാൻ പാടാ. സ്തോത്രം. പക്ഷേ ആ പണിയുന്ന വലിയ വീട് നോർത്തി 1400 നാഴിക നീളം, 1400 നാഴിക വീതി, 1400 ഉയരമുള്ള ആ വലിയ വീട്ടിൽ ട്യൂബ് ലൈറ്റ് ഇല്ല. ഒരു സ്വത്രം പറഞ്ഞേര്. CFN ഇല്ല. ഒന്ന് സ്തുതിച്ചേര്. ആലോചനമില്ല. ഒരു സ്വത്രം പറഞ്ഞേര്. അവിടെ ഒറ്റ വിളക്കേ ഉള്ളൂ. അത് ഞാൻ ഹല്ലേലൂയ പറയുന്ന എന്റെ യേശുവ. ഒരു സ്വത്രം പറഞ്ഞേ. ഇന്ന് രാത്രി അവൻ ആരാധനയ്ക്ക് യോഗ്യനാകുഞ്ഞേ. അവന്റെ മഹത്വം നീ ദർശിച്ചാൽ ഇന്ന് രാത്രി അവൻ ആരെന്ന് നീ അറിഞ്ഞാൽ അവന്റെ പ്രകാശത്തിന്റെ ഒരു കിരണമെങ്കിലും നിന്റെ അന്തരാത്മാവിൽ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ നിനക്ക് ചലിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പണ്ട് മോശ സീനായി പർവ്വതത്തിലോട്ട് കയറിയപ്പോ എന്റെ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയുടെ ഒരു ചെറിയ കിരണം മൊത്തം അടിച്ച മോശ കരിഞ്ഞു പോയന്. അതിന്റെ ഒരു കിരണം സീനായിൽ ഇറങ്ങി. സീനായിലോട്ട് ആ കിരണം ഇറങ്ങിയപ്പോൾ സീനായി പർവ്വതം 3 മണിക്കൂർ മുട്ടാട് പോലെ തുള്ളി. സ്തോത്രം. ആ യേശു ജഡമെടുത്ത് മറിയയുടെ വയറ്റിൽ വന്നു. ആഴ്ചകളായതേ ഉള്ളൂ. അപ്പോൾ 6 മാസം വയറ്റിലുള്ള എലിസബത്ത് മറിയെ കണ്ടൊരു സ്തോത്രം അങ്ങ് പറഞ്ഞു. പണ്ടത്തെ ഓർമ്മയ്ക്ക് യേശു അകത്ത് വന്ന കാര്യം അറിയാതെ പറഞ്ഞ്. സ്തോത്രം. സീനായി കുലുങ്ങിയ പോലെ അകത്ത് കിടന്ന യോഹന്നാൻ വിറച്ചുപോയി. മനസ്സിലായില്ല. ഹല്ലേലൂയ. മോശയ്ക്ക് സീനായിൽ ഇറങ്ങിയപ്പോ പർവ്വതം കുലുങ്ങിയെങ്കിൽ എലിസബത്തിനായിരുന്ന യോഹന്നാൻ മറിയയുടെ തുരുവായ യേശുവിനെ കണ്ടപ്പോൾ ജഡമെടുത്തിരിക്കുക. ജഡാവതാരം കണ്ടപ്പോൾ 1 മണിക്കൂർ നേരം യോഹന്നാൻ അകത്ത് തുള്ളിയെങ്കിൽ നിന്റെ അകത്തിരിക്കുന്ന യേശു ആരെന്ന് ഇന്ന് രാത്രി അനുഭവിച്ചിട്ടുള്ളവന് ചലിക്കാതിരിക്കാൻ കഴിയത്തില്ല. ആ മർമ്മം ഇന്ന് രാത്രി മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ അകത്തിരിക്കുന്ന ഉറപ്പുള്ളവർ ഈ രാത്രി മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തോത്രം. എന്റെ യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യേകത നമ്മള് യോഹന്നാൻ മർക്കോസിന്റെ സുവിശേഷം 7:37 വായിച്ചു. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത കാര്യങ്ങളെല്ലാം രണ്ടാമത് കറപ്ഷന്റെ ആവശ്യം വന്നിട്ടില്ല. സ്തോത്രം. ഇങ്ങനൂടെ ചെയ്തിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു എന്ന് ഉലകത്തിൽ ഒറ്റ മനുഷ്യൻ പറയാൻ എൻ്റെ കർത്താവ് അവസരം കൊടുത്തിട്ടില്ല. കർത്താവിനെ ഒരാൾ മാതൃകയാക്കാൻ നോക്കുവാണെങ്കിൽ സ്തോത്രം, ജീവിതത്തിൽ കുറഞ്ഞ പക്ഷം ഒരു കാര്യമേ ചെയ്തുള്ളെങ്കിലും ചെയ്ത കാര്യം നന്നായിരിക്കുന്നു എന്ന് ഒരാളെങ്കിലും പറയാൻ ഈ 7 ദിവസ യോഗത്തിൽ നീ തീരുമാനം എടുത്താൽ സ്തോത്രം, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവനെല്ലാം നന്നായിട്ട് ചെയ്തു. സ്തോത്രം. കർത്താവേ, ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ PML പാസ്റ്ററുടെ അമ്മച്ചി മരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. എല്ലാത്തിനും സൃഷ്ടിക്കുന്നതിന് മുമ്പേ എൻ്റെ കർത്താവ് സൃഷ്ടിക്ക് വേണ്ടിയതാണ് ചെയ്തത്. സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് ആവശ്യം പറഞ്ഞപ്പോൾ അന്നാ നിങ്ങൾക്കത് വേണമായിരുന്നു, ഞാൻ ഓർത്തില്ല. എന്നാൽ പിന്നെ ഞാനിപ്പോൾ ഇവിടെ പറയാം, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവമരി സാർ ഓടിപ്പോയി വെള്ളം കൊണ്ട് വരികയല്ല, ഞാൻ വരും മുമ്പേ വെള്ളം ഇവിടെ വെച്ചിരിക്കുക, അതെൻ്റെ ആവശ്യം പറഞ്ഞ് ചെയ്തിരിക്കുക. ഒരു സൂത്രം പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പക്ഷിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം ആകാശം ഒന്ന് സൃഷ്ടിച്ചു. സ്തോത്രം. ദൂതന്മാർ ചോദിച്ചു, എന്തിന് ആകാശം? അത് ഞാൻ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന പറവകൾക്ക് സൂര്യമായി വിഹരിക്കാനാ. പ്രൈസ് ദി ലോർഡ്. കടലുണ്ടാകട്ടെ ദൈവം പറഞ്ഞു. ദൂതന്മാർ ചോദിച്ചു, കടൽ എന്തിനാ? ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന തിമിംഗലം ഉൾപ്പെടെ ചാളമത്തി വരെ സൂര്യമായി സഞ്ചരിക്കാൻ കടലുണ്ടാകട്ടെ. സ്തോത്രം. വനം എന്തിനാ? ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന മൃഗങ്ങൾക്ക് സൂര്യമായി വിഹരിക്കാൻ വനമുണ്ടാകട്ടെ. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കർത്താവ് ഏദനം ഉണ്ടാക്കി. സ്തോത്രം. ഏദനം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാ അകത്തു വസിക്കാൻ ആദമിനെ ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എല്ലാത്തിനും ഒരു വ്യവസ്ഥ വെച്ചു. ആദമോട് പറഞ്ഞു, അകത്ത് ജീവൻ, പുറത്തു പോയാൽ മരണം. നിനക്ക് ജീവിക്കാമെന്നൊരു പരിധിയുണ്ട്, അത് ഏദനി പാർത്തോണം. ഒരു സ്തോത്രം പറഞ്ഞത്. പക്ഷിയോട് പറഞ്ഞു, ആകാശത്തിൽ വികരിച്ചോണം, വെള്ളത്തിൽ പോയാൽ കല്ല് പോയാൽ നിന്റെ കാറ്റ് പോകും.
പ്രൈസലോ. മത്സ്യത്തോട് പറഞ്ഞു വെള്ളത്തിൽ ചലിച്ചോണം, കരയ്ക്ക് കയറിയ വിവരം അറിയും. ഒരു സ്വതന്ത്രം പറഞ്ഞത്. പ്രൈസലോ. മൃഗത്തോട് പറഞ്ഞു കാട്ടിക്കഴിഞ്ഞോണം, നാട്ടിൽ വന്ന ആമ്പിള്ളാർ വെടിവെച്ചു പോലും. ഒരു സ്വതന്ത്രം പറഞ്ഞത്. എന്ന് പറഞ്ഞ എല്ലാത്തിനും പാർക്കാനുള്ള ഒരതിര് വെച്ചു. സ്തോത്രം. പക്ഷികൾ ഇന്നും അത് പാലിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കാട്ടിലൊക്കെ ഭയങ്കര തലമുണ്ടയാ പക്ഷിക്ക് കേട്ടോ, ആത്മാവില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. ഏറ്റവും നീളത്തിലുള്ള ട്രെയിൻ നിർത്താതെ പോന്നത് UK-ല. 836 കിലോമീറ്റർ ഒറ്റ സ്റ്റോപ്പില്ലാതെ പോകുന്ന ഒരു ട്രെയിനുണ്ട്. സ്തോത്രം. മനുഷ്യൻ ഇത്രയും നാൾ കണ്ടുപിടിച്ചിട്ട് നോൺ സ്റ്റോപ്പായിട്ട് പോകാവുന്ന ട്രെയിൻ 846 കിലോമീറ്റർ ഒറ്റയടിക്ക്. പക്ഷെ 17,600 മൈൽ വിസ്തീർണമുള്ള അറ്റ്ലാന്റിക് കടന്ന് കാനഡയിൽ നിന്ന് പുറപ്പെട്ടാൽ അന്റാർട്ടിക്കയിൽ പോയി സ്റ്റോപ്പ് ചെയ്യുന്ന പക്ഷികളുണ്ട്. പറക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ പറന്നാൽ എങ്ങനെ ഇരിക്കും, ഇടയ്ക്ക് വെച്ച് കടലിൽ പോകുമോ, തിരിച്ചു വരാൻ ഒക്കുമോ എന്നൊന്നും ചിന്തിക്കാറേ ഇല്ല. ഇത് യോഗത്തിന് വരുന്നത് പോലും തിരിച്ചു പോകാൻ ഒക്കുമോ, ആൾ കൂടിയ ഊണ് കിട്ടുമോ, അതുകൊണ്ട് യോഗത്തിന് ആശീർവാദം പറയുമ്പോൾ അങ്ങോട്ട് ചെല്ലുവല്ലേ. ഈ പരവേശം ഒന്നും പക്ഷിക്കില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞത്. ഈ വെപ്രാളം ഒന്നും പക്ഷിക്കില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞ അല്ലെങ്കിൽ അത് പുറപ്പെട്ടാൽ ആണ്ട് 2 പ്രാവശ്യമാണ്. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് 17,600 മൈൽ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ ക്ലൈമറ്റ് മാറുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരും. ഒറ്റ പ്രാവശ്യം പോലും ചിന്തിക്കാറില്ല കടലിൽ പോകുമെന്ന്. അല്ലെങ്കിൽ നമ്മുടെ ഈ വ്യാകുല ചിന്തയൊന്നും അതിനൊന്നിരുന്നേ. ഒരു സ്വതന്ത്രം പറഞ്ഞേര്. ഇന്ന് രാത്രി ദൈവത്തിന് നീ ഒന്ന് നന്നായി ദൈവത്തിന് സ്തുതിച്ചേ. നിന്റെ മുഴുവൻ പ്രശ്നം പരിഹരിക്കാനുള്ളവനല്ലേ. ഇന്ന് രാത്രി നന്നായി ഒന്ന് പറഞ്ഞേ, എൻ്റെ യേശു എനിക്ക് എല്ലാം നന്നായി ചെയ്യും. ഉറപ്പുള്ളവൻ മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ തുടക്കം മാത്രമല്ല ഒടുക്കം വരെ എല്ലാം നന്നായി ചെയ്യുന്ന ഒരുത്തനുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു അല്ലാതെ മറ്റൊരുത്തൽ ഉറപ്പുള്ളവർ രാത്രി നന്നായി ഒരു നിമിഷം കരമടിച്ച് ദൈവത്തെ നന്നായി സ്തുതിക്കട്ടെ. അവൻ എല്ലാം നന്നായി ചെയ്യുന്നവനാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ഈ ശിഷ്യന്മാരുള്ള ബന്ധത്തിൽ ഞാൻ ഇന്ന് പകലെല്ലാം ദൈവവചനത്തിന് മുമ്പിലായിരുന്നു കേട്ടോ. കർത്താവിൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒന്ന്, വിശപ്പ് കൊണ്ട് ഈ ശബത്ത് നാളിൽ വരമ്പത്തൂടെ പോയ ശിഷ്യന്മാർ ഈ കതിരി പറിച്ചൊന്ന് ഞെരടി തിന്നു. അവരുടെ ആ വിശപ്പ് കൊണ്ടാണ്. ഉടനെ എന്നോ കുറ്റമുണ്ടെന്ന് നോക്കി നടക്കും. നമ്മുടെ യോഗത്തിന് നകത്ത് കയറാതെ കുറ്റം നോക്കേണ്ട കുറച്ച് പേരുണ്ടല്ലോ. അതുപോലെ പരീക്ഷന്മാരൊന്നും ഉണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞാൽ അവരായുസിൽ അകത്ത് കയറത്തില്ല. വെച്ചാൽ ഓവർസിൽ വിളിച്ചാലും വരത്തില്ല, മുന്നോവർസിൽ വിളിച്ചാലും അവർ വെളിയിലേ നിൽക്കത്തുള്ളൂ. സ്തോത്രം. പക്ഷെ അവരെല്ലാം യോഗത്തിനും വരും. ഒരു സ്വതന്ത്രം പറഞ്ഞാൽ അകത്ത് കയറിയില്ലെങ്കിലും പുറത്ത് അവരുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന പരീക്ഷന്മാര് സ്തോത്രം ഈ കതിര് പറിക്കിയ പ്രശ്നത്തെ കയറി പിടിച്ചു. സ്തോത്രം. ഇത് ശബത്തല്ലേ, ശബത്ത് നാളിൽ ഇങ്ങനത്തെ പരിപാടി കാണിക്കാമോ? ഉടനെ കർത്താവ് അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഇവൻ ഓർത്ത് കർത്താവ് നേരെ ന്യായപ്രമാണത്തിലോട്ട് കയറി. നമ്മുടെ ദാവീദേ പണ്ട് വിശന്നപ്പോഴേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് ഒറ്റ കാര്യം പറഞ്ഞ ഓരോ വായടക്കി ശിഷ്യന്മാരെ സഹായിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളായിരുന്നേ പറഞ്ഞേ അവനല്ലേലും അങ്ങനെ, പിന്നെ ഞാൻ കൂടെ നിർത്തിയേക്കുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രൈസ്. നമ്മൾ അവസരം പോലെ വെച്ച് കാച്ചിക്കളയും. പക്ഷെ യേശു അങ്ങ് കൂടെ നിൽക്കുന്നവനെ ഭയങ്കര സപ്പോർട്ടാ. 12 പേര് വലയും പടകും വെച്ച് ഇറങ്ങി തിരിച്ചല്ലേ. അതുകൊണ്ട് പരീക്ഷന്മാര് രൂക്ഷമായൊരു വിമർശനം അഴിച്ചുവിട്ടപ്പോൾ ശിഷ്യന്മാർക്ക് കരുത്ത് പകരാൻ കൂടെ നിന്ന് ഒരു സ്വതന്ത്രം പറഞ്ഞത്. ഹല്ലേലൂയ. 2, ശിഷ്യന്മാരെ ഉപദേശിക്കാൻ പഠിപ്പിച്ച് 3.5 വർഷം. സ്തോത്രം. അത് ഏതൊക്കെ സന്ദർഭങ്ങളിൽ അവർക്ക് പിടിച്ചു നിൽക്കണോ അവിടെയെല്ലാം കർത്താവ് സന്ദർഭോചിതമായ ഉപമകളും ഉദാഹരണങ്ങളും പറഞ്ഞ് അവരെ ഇങ്ങനെ ബലപ്പെടുത്തി. അവർക്ക് എന്നേരം പിടികിട്ടിയില്ലേലും പെന്തക്കോസ്തിനുള്ള ആത്മാവ് വന്നു കഴിഞ്ഞ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലായി അന്ന് ഗുരു പറഞ്ഞതെല്ലാം ഇന്ന് ഞങ്ങൾക്ക് പ്രയോജനമായല്ലോ എന്നോർത്ത് അവർ ദൈവത്തെ സ്തുതിച്ചു. ഒരു സ്തോത്രം പറഞ്ഞേര്. ഹല്ലേലൂയ. 2, സ്തോത്രം. ഈ സമ്പ്രദായങ്ങളുടെ പേര് പറഞ്ഞ് കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നു, കാല് കഴുകാതെ കയറിയിരിക്കുന്നു എന്ന് വേണ്ട സമ്പ്രദായങ്ങൾ പറഞ്ഞുകൊണ്ട് ഉപവസിക്കുന്നില്ല, പ്രസാരം കൊടുക്കുന്നില്ല, പ്രശ്നങ്ങളുമായിട്ട് വന്നു. പിതാക്കന്മാരുടെ സമ്പ്രദായത്തെ മുഴുവൻ ലംഘിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോഴെങ്കിലും ശിഷ്യ അല്ലെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യവും നമ്മുടെ സാറ് ചെയ്യുന്ന പോലെ പകലത്തെ യോഗത്തിൽ എല്ലാവന്മാരും സമ്പ്രദായം പഠിപ്പിക്കുക, പക്ഷെ എന്നോ ചെയ്യാനാ കേൾക്കത്തില്ല എന്നൊക്കെ പറയുമെന്ന് ഓർത്തെ. പക്ഷെ പറഞ്ഞില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞത് അണ്ടോ അന്തരീക്ഷം മൊത്തം പോയത്. അതിന് ക്ലാസ് കേട്ടിട്ട് വേണ്ടേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, ഏതൊക്കെ വിഷയം വന്നോ അവിടെ എല്ലാം
ശിഷ്യന്മാരെ കർത്താവ് സംരക്ഷിച്ചു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശന്നപ്പോൾ അവർക്ക് ആഹാരം കൊടുത്തു. വല്ലാതെ ക്ഷീണിച്ചോ പറഞ്ഞു, നിങ്ങൾ അല്പസമയം പടക കരയ്ക്ക് കയറി ഒന്ന് റെസ്റ്റ് എടുത്തു. ഒരു സ്തോത്രം പറഞ്ഞേ. ഓ, എന്തോ കരുതലാ. തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുവാന്ന് മനസ്സിലായി. കർത്താവിനെ മാത്രം ഞാൻ കണ്ടത്, ഈ നമ്മൾ ആ വാക്യം വായിച്ചല്ലോ, മരുഭൂമിയിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തിയോടെ പുറപ്പെട്ടു. ലൂക്കോസ് 4:1. ആ ഒറ്റ യാത്ര ഗാഗുൽത്തായില നിർത്തിയേ. ഇടയ്ക്ക് സ്റ്റോപ്പില്ല. നിങ്ങൾ മൊത്തം പുസ്തകം വായിച്ചു. ഹല്ലേലൂയ. 3.5 വർഷം സ്റ്റോപ്പില്ലാതെ ഒറ്റ പോക്ക്. 2014 വർഷം പ്രസംഗിച്ചു, ഇപ്പോഴും തീർന്നിട്ടില്ല. അതാ 3.5 വർഷത്തെ യാത്രയുടെ ഗുണമേ. ഹല്ലേലൂയ. അതുകൊണ്ട് ലാസ്റ്റ് പറഞ്ഞു നിർത്തി, എല്ലാം നിവൃത്തിയായി. ഹല്ലേലൂയ. വർഷം 40 ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ. എന്നാൽ കൃപയാൽ 3.5 വർഷം കൊണ്ട് എല്ലാം ഫിനിഷ് ആയെന്ന് പറഞ്ഞ ഉലകത്തിലെ ഒരു നേതാവ് ഉണ്ടെങ്കിൽ നമ്മുടെ യേശുവ. അവനെ ഇന്ന് രാത്രി കൈക്കൊള്ളുവാൻ, അവന്റെ പാപം ധരിക്കാൻ. ഹല്ലേലൂയ. മിഷൻ ഡയറക്ടറെയും ഓവർസറേയും കാണിക്കുന്ന റിപ്പോർട്ടല്ല ഞാൻ പറയുന്നേ. ഹല്ലേലൂയ. 3000-ഓ 4000-ഓ സഹായം മേടിക്കാൻ വേണ്ട റിപ്പോർട്ടല്ല. യേശു പിതാവിനോട് എന്ത് ചെയ്യാമെന്ന് സമ്മതിച്ചു വന്നോ, ആ ചെയ്യാൻ വന്ന കാര്യം, അതെനിക്കൊരു വലിയ സന്തോഷം. യോഹന്നാനെ ഓവർടേക്ക് ചെയ്തില്ല. ഒരു സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം. യോഹന്നാന്റെ 1 മിനിറ്റ് സമയം എടുത്തില്ല. യോഹന്നാൻ പ്രസംഗിച്ച് തീരുന്നിടം വരെ വെയിറ്റ് ചെയ്തു. യോഹന്നാൻ പറഞ്ഞു, വരുന്നു പുറകെ എന്ന് പറഞ്ഞപ്പം പുറകെ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ ലാസ്റ്റ് യോഗത്തിൽ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്, ഇന്ന് രാത്രി നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേരെ. ഹല്ലേലൂയ. നീ വേറെ ബിസിനസ് ചെയ്താലും ഇന്ന് രാത്രി നിന്റെ നടുത്തവൻ നിൽപ്പുണ്ട്. യോഹന്നാൻ പറഞ്ഞു, നിങ്ങളെ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ വളരണം, ഞാൻ കുറയണം. അടുത്ത യോഗത്തിൽ പറഞ്ഞു, ദേണ്ടവൻ നിൽക്കുന്നു. അവൻ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ജനം അങ്ങോട്ട് തിരിഞ്ഞു. അതാ മാനസാന്തരം. സ്തോത്രം. യോഹന്നാന്റെ ശിഷ്യന്മാരും അങ്ങോട്ട് പോയി. അതാ കർത്താവിനെ അനുഗമിച്ചതിന്റെ ഗുണം. ഹല്ലേലൂയ. യോഹന്നാൻ തിരശ്ശീലയിൽ നിന്ന് മാറി. യേശുവിനെ വെളിപ്പെടുത്തി യോഹന്നാൻ തിരശ്ശീലയിൽ നിന്ന് മാറി. ഒരു സ്തോത്രം പറഞ്ഞേരെ. ഇന്ന് രാത്രി ഞങ്ങളുടെ ഏക ലക്ഷ്യം, ഞായറാഴ്ച ഉച്ചയ്ക്കകം നിന്റെ യേശു ഇവിടുന്ന് വെളിപ്പെട്ട് വന്നാൽ, ഹല്ലേലൂയ, പിന്നെ പ്രസംഗകന്റെ ആവശ്യമില്ല, പിന്നെ പ്രവാചകന്റെ ആവശ്യമില്ല, പിന്നെ പാട്ടുകാരുടെ ആവശ്യമില്ല. യേശു വെളിപ്പെട്ടാൽ നിന്റെ വിഷയത്തിന് മുഴുവൻ മറുപടിയാ. ഈ രാത്രി കുഞ്ഞെ, നീ ഭാരപ്പെടുന്ന, നിന്നെ അലട്ടുന്ന ഏത് പ്രശ്നമായാലും എന്റെ യേശു മറുപടി തരുവാൻ വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റു. ഈ ശിഷ്യന്മാരെ ഒന്നും ബലപ്പെടുത്താൻ കൂടെ പ്രത്യക്ഷപ്പെട്ടു. സ്തോത്രം പറഞ്ഞേ. താൻ ഏതു ദൗത്യത്തിന് വേണ്ടി ഒരുക്കിയോ അവരകത്ത് ഭയത്തിന്റെ ഒരു കടുകുമണി പോലും കയറാതിരിക്കാൻ ആവർത്തിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വെളിപ്പെട്ടു. ഹല്ലേലൂയ. വെളിപ്പെട്ടപ്പോഴൊക്കെ ഒരു കാര്യം പറഞ്ഞു, ഭയപ്പെടണ്ട. ഇത് നോക്കിക്കേ, കൈ കണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ, വിലാപ്പുറം കണ്ടോ? നിനക്ക് വേണ്ടിയാ. നിന്നെ തകർക്കാൻ വന്നാൽ താങ്ങാൻ ഈ കൈയുണ്ട്. നീ വീഴാൻ തുടങ്ങിയാൽ ചാരാൻ ഈ മാർവുണ്ട്. നീ ഉറപ്പായിട്ടിരുന്നു. എന്റെ മാർവ് തുളയ്ക്കുകയും എന്റെ കൈ പിളരുകയും ചെയ്തുകൊണ്ട് നിനക്കൊരു ഉറപ്പ് തരികയാ. പ്രതികൂല കയറി വന്നാൽ, ഹേരോദാവെതിരായാൽ, പീലാത്തോസെതിരായാൽ നീ പേടിക്കരുത്. നിന്റെ കൂടെ നിൽക്കുവാൻ ഉയർത്തെഴുന്നേറ്റ ഞാനുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി അവന്റെ മഹത്വം വെളിപ്പെട്ടാൽ, ഹല്ലേലൂയ. മസിരി പിടിച്ചൊന്നും ഇരിക്കേണ്ട കുഞ്ഞെ, നീ വിട്ടുകൊടുക്ക്. ഇന്ന് രാത്രി നിന്റെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാ. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ വചനം ഇവിടെ നിൽക്കത്തില്ല, അത് അതിവേഗം ഓടുകയാ. നീ വിട്ടുപോകുന്ന കൂടാരത്തിൽ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ഇപ്പോൾ ഒരു പരിഹാരം നടത്തി ആ വചനം മടങ്ങി വരുവാൻ. ഹല്ലേലൂയ. നീ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അവിടെ ഇറങ്ങുവാൻ. ഓ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, എനിക്ക് അതിലൊക്കെ സന്തോഷം. കല്ലെറിയാൻ ആള് വന്നപ്പോ കർത്താവിനെ നടുക്കൂടെ പോയി. ഒരു സ്തോത്രം പറഞ്ഞേ. ക്രിസ്തുവേശുവിലെ ഭാവം എന്ന് പറയുമ്പോഴേ, എങ്ങാണ്ട് പാർലമെന്റിൽ കണ്ടൊരു പെണ്ണും പിള്ളേ ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ പ്രോഗ്രാം എല്ലാം കട്ട് ചെയ്ത് അവൾ പേടിച്ചിരിക്കുക. സ്തോത്രം. അത് നിയമമായിട്ടില്ല,
അത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല, അതിൻ്റെ പേരിൽ ഒന്നും ഇവിടെ നടന്നിട്ടില്ല, ഇനി ഒട്ടും നടക്കത്തുമില്ല. സ്തോത്രം. പക്ഷെ ഇത് നേരിട്ട് കല്ലുകൊണ്ട് നിൽക്കുക, രണ്ട് കയ്യിൽ കല്ലും പിടിച്ച് ലൈനായിട്ട് നിൽക്കുക, എറിയുമെന്നും പറഞ്ഞ് കർത്താവ് അതിൻ്റെ നടുവിൽ കൂടെ അങ്ങ് പോയി. ആ കർത്താവാണ് നമ്മുടെ ലീഡർ. പ്രശ്നം കണ്ട് സൈഡിൽ കൂടെ പോയെന്നല്ല, പ്രശ്നം കണ്ട് മറഞ്ഞെന്നല്ല, പ്രശ്നം കണ്ടപ്പോൾ നടുക്കൂടെ പോകുന്ന കർത്താവ് ഇന്ന് രാത്രി സഭയ്ക്കെതിരെ വെല്ലുവിളി ഉയർന്നാൽ പേടിത്തൊണ്ടന്മാരെ ദൈവത്തിന് വേണ്ട, അല്ലെ ഭയവും ഭീരുത്വമുള്ളവൻ ബന്ധിക്കോസ് വിട്ടുപോട്ടെ എന്ന ഇന്ന് രാത്രി അകത്ത് ആത്മധൈര്യമുള്ളവൻ ധൈര്യത്തോടെ നിൽക്ക്. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ യേശു കരുത്തുള്ളവനാ. ഓ, വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി അകത്തെ ആത്മ ഭയം മാറി. Hallelujah. അത് പോട്ടെ, അറസ്റ്റ് ചെയ്യാൻ വന്നു. അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരാളെ പിടിച്ചെന്ന ഇവനാന്ന് പറഞ്ഞ് ഏൽപ്പിച്ചില്ല. ഇവിടെ വണ്ടി ഇടിച്ചൊരു പുള്ളിക്കാരനെ, ചില പേരുള്ളൊരു ലീഡറാണ്, പുള്ളിക്കാരനെ ആ വണ്ടി ഓടിച്ച്. പക്ഷെ പുള്ളി കാശ് കൊടുത്ത് വേറൊരാളുടെ പേരില കേസാക്കി. സ്തോത്രം. എൻ്റെ കർത്താവ് പറഞ്ഞു, എന്നെയാണോ അന്വേഷിക്കുന്നേ? എന്നെയാണോ അന്വേഷിക്കുന്നേ? അത് ഞാനാ. ഇവരെ വിട്. നമ്മളറിഞ്ഞ അവന്മാരെ അകത്തുവാക്കിയാണ് നമ്മൾ ഫ്രീ ആയിട്ട് നടന്നേനെ. ഒരു സ്വതന്ത്രം പറഞ്ഞു. യേശു അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ മനസ്സിലാകുന്നില്ല. എടാ, അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ആരുടെ മണ്ടയ്ക്ക് പഴിചാരിയില്ല. യേശു പറഞ്ഞു, എന്നെയല്ലേ വേണ്ടിയേ? അത് ഞാനാ. അവന്മാർ ഞെട്ടി താഴെ വീണ്. കാരണം മോശ പണ്ട് കേട്ട ശബ്ദമാ, മനസ്സിലായില്ലേ? ഹല്ലേലൂയ. ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ. ഓ ഹല്ലേലൂയ. പടയാളുടെ മുമ്പിൽ പറഞ്ഞു, അത് ഞാനാന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്യാൻ കുന്തവും വടിയും വാളും വാരിക്കുന്തവുമായി വന്നവൻ മയങ്ങി വീണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈലെ അകത്ത് ക്രിസ്തു വെളിപ്പെട്ടാൽ നിനക്കെതിരെ ഉയരം വെക്കുന്ന ഉന്നം വെക്കുന്ന വ്യാപാരങ്ങൾ നിന്റെ കാൽച്ചുവട്ടി പിടച്ചു വീഴും. വിശ്വാസമുള്ളവൻ മാത്രം ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇത് ഭയത്തിന്റെ മാർഗമല്ല, ഇത് ഭീരുത്വത്തിന്റെ മാർഗമല്ല, ഇത് കൃപയുടെ മാർഗമാകയാൽ ഒരുമിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. അന്ധകാരങ്ങളുടെ മേൽ, രാഷ്ട്രീയ മണ്ഡലങ്ങളുടെ മേൽ, മതശക്തിയുടെ മേൽ ജയമെടുക്കുന്ന ആരാധനയ്ക്കായി. ഓ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ സൗഖ്യമാക്കിയോടല്ല ഒരു കാര്യം പറഞ്ഞു, എൻ്റെ പേര് ഫ്ലെക്സ് അടിച്ചു വെക്കണ്ട, യേശു സൗഖ്യമാക്കുന്ന ബോർഡ് വെക്കണ്ട, ഞാൻ ആ സൗഖ്യമാക്കിയെന്ന് ആരോടും എന്ത് ചെയ്യണ്ട. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒറ്റയ്ക്ക് 100 കൊതുകിനെ ഒന്നിച്ച് കൊന്നൊക്കെ പറഞ്ഞ പുള്ളികളെല്ലാം ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുക. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞ്, ഇന്ന് രാത്രി പിറവിയിലെ മുടന്തനും പക്ഷപാതം പിടിച്ചവനും 38 വർഷം കിടന്നവനും 18 വർഷം കൂനിയവനും എല്ലാം ഒറ്റ വാക്കി വിടിവിച്ചു. പക്ഷെ വിടിവിച്ച് എല്ലാവരോടും പറഞ്ഞു, ഞാൻ അന്ന് ആരോടും പറയണ്ട. ലോകത്തിൽ പ്രശസ്തി ഇഷ്ടപ്പെടാൻ ഒരാള്, പക്ഷെ ലോകം മുഴുവൻ പ്രസംഗിച്ചിട്ട് തീരാത്ത പ്രശസ്തിയിലേക്ക് എൻ്റെ ദൈവം അവനെ ഉയർത്തിയെങ്കിൽ ഈ രാത്രി ദൈവത്തിന്റെ മക്കളെ, നീ താഴ്മ ധരിച്ചാൽ ദൈവം നിന്നെ പടിപടിയായിട്ട് ഉയർത്തും. വിശ്വാസമുള്ളവൻ ഈ രാത്രി നന്നായി ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ആരും സ്വയമായി ഈ രാത്രി പേരെടുക്കണ്ട. സ്വർഗം നിന്നെ ഉയർത്തുവാൻ ശക്തമാ. ഹല്ലേലൂയ. എന്നോട് 4 ദിവസമായിട്ട് മിണ്ടാത്തവരുണ്ട്. ഞാൻ ഇടയ്ക്ക് കൈ കൊടുത്ത് ചോദിച്ചു, നിങ്ങളൊക്കെ എപ്പോഴും സ്റ്റേജാലായി, പിന്നെ അച്ഛനൊക്കെ അല്ലേ പ്രസംഗിക്കുന്നത്, ഞങ്ങളെ ആരറിയാനാ, ഞാൻ എന്തോ ചെയ്യാനാ. ഹല്ലേലൂയ. ഹലോ കുഞ്ഞ്, നീ പ്രാർത്ഥിക്ക, ദൈവ സ്റ്റേജ് എടുക്കും. ഇവിടെ പ്രാരംഭത്തിൽ ദൈവദാസൻ ഓർപ്പിച്ചു, ആദ്യം ഒരു കരടിയെ കീറി, പിന്നെ ഒരു സിംഹത്തെ തല്ലിക്കീറി, പിന്നെ ഒരു ഗോലിയാത്തിനെ എറിഞ്ഞു തകർത്തു. സ്തോത്രം. 2-3 ചെറിയ പ്രോഗ്രാം. കാട്ടിൽ കരടിയെ കൊന്ന ആരും അറിഞ്ഞില്ല, സിംഹത്തെ കൊന്ന ആരും അറിഞ്ഞില്ല. പക്ഷെ ഗോലിയാത്തി വന്നപ്പോൾ രംഗം മാറി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുവരെ അവൻ്റെ ജോലി വെറും ആയുധവാഹകന. പിറ്റേ ദിവസം അവൻ സർവ്വസൈന്യാധിപനായി. ഒരു സ്തോത്രം പറഞ്ഞേര്. നിന്റെ പ്രമോഷനൊക്കെ ഒറ്റ ദിവസം മതി. നിന്നിക്കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ, ഒന്ന് സ്തുതിക്കാൻ വയ്യാത്ത നിന്നിക്കൂടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നേ. എന്റെ കുഞ്ഞ്, ഇന്നത്തെ സ്ഥലം സ്വയമായി ദൈവത്തെ ഒന്ന് ആരാധിക്ക്. നിന്നെ ഉയർത്താൻ എന്റെ യേശു മതിയായവനല്ലേ. വിശ്വാസമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി സ്വർഗം നിന്നെ ഉയർത്താൻ പ്ലാനിട്ടാൽ, എനിക്ക്
അമേരിക്കയിലും UK യിലും കാനഡയിലും ഒക്കെ പ്രോഗ്രാം കൊടുക്കലെന്ന് പറഞ്ഞൊക്കെ നടക്കുന്ന ചർച്ച കൂടുകാരുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പ്രോഗ്രാം. ഈ ആഴ്ച പോകല്ലെന്ന് കർശനമായിട്ട് ഓർഡർ അതുകൊണ്ട് പ്രോഗ്രാം എടുക്കാൻ ഞാൻ. ഹലോ, എടാ കുഞ്ഞ്, വെട്ടുന്നോ നടന്ന് വെട്ടും. പക്ഷെ സ്വർഗം ഉയർത്തിയാൽ ഒരു വെട്ട് വേക്കത്തില്ല. ഒരു സ്വോത്രം പറഞ്ഞേ. നിന്നെക്കുറിച്ച് വീട് വെച്ചെന്നോ പെണ്ണെ കെട്ടിച്ചെന്നോ, പെണ്ണെ കെട്ടിക്കാതിരിക്കാൻ നോക്കൂ. എടാ, പെണ്ണ് വളർന്നാൽ കെട്ടിക്കാതിരിക്കാൻ നോക്കൂ. വീട് താമസിക്കണ്ടേ? വീട് വെക്കണ്ടേ? ഹലോ, 4 നില വീട് വെച്ചോനാ പറഞ്ഞത്, ഞാൻ 2 നില വെച്ചെന്നേ. എൻ്റെ കുഞ്ഞ്, ഇതുകൊണ്ടൊന്നും ശുശ്രൂഷയ്ക്ക് കളങ്കം വരത്തില്ല. ശുശ്രൂഷ ദൈവം തന്നതല്ലേ, അഭിഷേകം ഉയർത്തിയല്ലേ. നീ പണി നിർത്തി രാത്രി കൃപയ്ക്കകത്ത് വാ. നീ ഒന്ന് ദൈവത്തെ സ്തുതിക്ക്. നിന്റെ ലെവല് മാറ്റാൻ ഇന്ന് രാത്രി മറ്റുള്ളവന്റെ ഉപദ്രവിക്കാതെ, ശുശ്രൂഷയ്ക്ക് കളങ്കം വരുത്താതെ നീ ഒന്ന് ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രി നിന്നെ ഉയർത്തുവാൻ എന്റെ യേശു മതിയായവനാ. മനസ്സുള്ളവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുവേ, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റെന്ന് ഞാൻ ഇന്ന് അതിന്റെ മർമ്മം പിടികിട്ടി. യഹൂദൻ്റെ ഇടയിൽ അത്താഴം കഴിക്കാൻ വന്നിരുന്നാൽ ഇരിക്കുമ്പോഴേ ഒരു ദാസൻ വന്ന് കാല് കഴുകും. അപ്പം അത്താഴത്തിരുന്നപ്പോൾ കാല് കഴുകാൻ ആരെങ്കിലും വരുമോ എന്ന് നോക്കി. ആരും വരാഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ആരെങ്കിലും കഴുകുമെന്ന് വിചാരിച്ചു. ആരും എഴുന്നേക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് യേശു അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ്. സ്തോത്രം. നീ ചെയ്യുമെന്ന് വിചാരിച്ച കർത്താവ് ഇതുവരെ വെയിറ്റ് ചെയ്യുന്നതേ. സ്തോത്രം. നീ അനങ്കത്തിരുന്ന് പാലം കുലുങ്ങിയാലും എന്ന് കർത്താവിന് മനസ്സിലാവുന്ന കർത്താവ് എഴുന്നേറ്റു. എനിക്കൊരു ദൂത് കിട്ടി. സ്വർഗം പറഞ്ഞു, കുഞ്ഞ്, നീ അനങ്ങാതിരുന്നാൽ, നീ എഴുന്നേറ്റില്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാം ഒന്നും പ്രശ്നമാകത്തില്ല. എൻ്റെ പ്രോഗ്രാം സ്വർഗം നിശ്ചയിച്ചാണ് അത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഇന്ന് രാത്രി കുഞ്ഞ് നീ എഴുന്നേക്ക്. ആരും എഴുന്നേക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സാക്ഷാൽ അഖിലാണ്ടത്തിന്റെ ഉടയവൻ, തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, അവൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഓ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ, ഓ അടുക്കുന്നവൻ കരിയുന്ന എന്റെ യേശു വസ്ത്രമഴിച്ചു വെച്ചു. ഒരു തുകർത്തെടുത്ത് അരയിൽ ചുറ്റി എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ കാല് കഴുകി, മുക്കുവന്മാരുടെ കാല് കഴുകി. എന്നിട്ട് ആ കാല് കൊണ്ട്, ഇപ്പം നമ്മുടെ സഭകളിലും ഉണ്ടല്ലോ, ന്യൂ ഇയറിന് വാഷിംഗ് സർവീസിന് കാല് കഴുകുന്ന പരിപാടിയുണ്ട്. സ്തോത്രം. നേരത്തെ പറഞ്ഞു വെച്ചേക്കടി, നിന്റെ ഞാൻ കഴുകുക, എൻ്റെ നീ കഴുകണം എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റ്. അവരുടെ അല്ലാതെ ലോകത്തിലാരുടെ കഴുകത്തില്ല. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ യൂദായുടെ കഴുകാതിരുന്നില്ല, എല്ലാവരുടെയും കഴുകി. ഒരു സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. അവനാണല്ലോ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന, ഇവനാ ചുംബിക്കാൻ പോകുന്ന, ഇവനാ 30 കാശ് മേടിച്ച് ഇവൻ്റെ മാത്രം ഞാൻ കഴുകുന്നില്ല, പത്രോസേ അവൻ്റെ നീ ഒന്ന് കഴുകണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഏൽപ്പിച്ചില്ല. എല്ലാവരുടെയും കഴുകി കേട്ടോ. സ്വതന്ത്രം പറഞ്ഞേ, ഒറ്റിക്കൊടുക്കുന്നവനെയും തള്ളിപ്പറയുന്നവനെയും പ്രാഗിയോനെയും തലിമുടി പിച്ചി പറിച്ചവനെയും ആണയിട്ടവൻ്റെ എല്ലാ കാല് കഴുകിയില്ലേ? ഇന്ന് രാത്രി കുഞ്ഞെ, ക്രിസ്തുവേശുവിലെ ഭാവം എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നീ ആരാന്നുള്ള മനോഭാവം വിട്ട് നീ ക്രിസ്തുവിന്റെ ദാസൻ എന്ന ലെവലിലേക്ക് ഇതിൽ താഴുവാൻ ആര് തയ്യാറാകുമോ? ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. സ്വർഗത്തിന്റെ മണിമകുടമായിരുന്നവൻ അവൻ നമുക്ക് വേണ്ടി താണലോകത്തിൽ വന്ന് ഒരു മനുഷ്യന്റെ കാല് കഴുകി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകം ക്രിസ്തുവിന് നേടാണല്ലോ. ആ പെട്ടകം കാണാൻ പുരുഷാരത്തിലെ 12 ഗോത്ര ഒറ്റ കുഞ്ഞുങ്ങൾക്ക് ഒക്കത്തില്ല. ലേവ്യ ഗോത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരല്ല ഒറ്റ ഒരെണ്ണം അകത്ത് കയറാൻ പാടില്ല. എന്തുവാ? വെറും കതിരമരം കൊണ്ടൊരു പെട്ടകം, മീതെ പൊന്ന് പൊതിഞ്ഞേക്കുന്നു, മണ്ടയ്ക്ക് തങ്കം കൊണ്ട് അടുപ്പ് പണിയ ഒരു കൃപാസനം, അതിന് മീതെ 2 കെരൂബ്, അകത്ത് 3 വസ്തുക്കൾ. പക്ഷേ മഹാപുരം മാത്രമേ കയറാവൂ. കയറുമ്പോൾ തേജസ് ഇറങ്ങിയാൽ വെളി വരാതിരിക്കാൻ 8 അടി കണ്ടത് തിരശ്ശീല കിടക്കുക. ഒരു സ്തോത്രം പറഞ്ഞേ. നോക്കി, യേശു അല്ല ഇറങ്ങി, യേശുവിൻ്റെ ഒരു കിരണം മഹാപുരൻ ആണ്ടി ഒടുക്കി കയറുമ്പോൾ ആ തേജസ് ഒന്ന് ഇറങ്ങിയാൽ പുറത്ത് നിൽക്കുന്ന ജനത്തിന് ഷോ കേൾക്കാതിരിക്കാൻ, സ്തോത്രം, വലിയ തിരശ്ശീല കൊണ്ട് മറച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ ക്രിസ്തു എൻ്റെ അകത്തിരിക്കുക. ഓ, ഞാൻ ഇന്നലെ ഒറ്റയ്ക്കല്ല കേട്ടോ. പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല. ഏത് പ്രശ്നം വരുമ്പോൾ എന്നോട് പറയും, കുഞ്ഞേ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഭയപ്പെടണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാനാ നിന്റെ ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
ഹല്ലേലൂയ. എന്നോട് ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പാസ്റ്റർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ കൂടുതൽ സമയം ഇംഗ്ലീഷുകാരുടെ ദേശത്താണ് സൂത്രം പറഞ്ഞത്. പിന്നെ ഹല്ലേലൂയ, ഇവർക്ക് വല്ല വിവരം ഉണ്ടോന്നേ. ഞാൻ കൂടുതൽ സമയം ഇംഗ്ലീഷുകാരുടെ സ്ഥലത്താന്നേ. ഹല്ലേലൂയ. വിഷമിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇന്ന് പറ, ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് പറ. ഒന്ന് പറഞ്ഞേ തൻ്റെ അടുത്തോടെ, ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് പറഞ്ഞേ. എൻ്റെ കൂടെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് രാത്രിയുണ്ട്. പക്ഷെ കാല് കഴുകേണ്ടി വന്നാൽ കഴുകാനുള്ള മനോഭാവം ഇന്ന് രാത്രി ധരിച്ചാൽ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവനാ. അകത്തെ ജാടയും നികളവും ഏതാണ്ടാണെന്നുള്ള ഭാവവും ഒക്കെ ഒന്ന് മാറ്റി ഇന്ന് രാത്രി ഇവിടെ തുടക്കത്തിൽ നമ്മുടെ സാംസം പാടിയും പറഞ്ഞല്ലോ, എല്ലാ ആയുസ്സും പുല്ലിന് തുല്യമാ. അല്ലെങ്കിൽ ഇന്ന് കണ്ട് നാളെ പാടിപ്പോകുന്ന പൂവിന് തുല്യമാ. എൻ്റെ ജ്യേഷ്ഠൻ 48 വയസ്സേ ഉള്ളൂ കേട്ടോ, പക്ഷെ ഇപ്പം തന്നെ മരിച്ചു, നാളെ അടക്കമാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, എല്ലാം ഇത്രയേ ഉള്ളൂ. പക്ഷെങ്കിൽ അല്ലെ ഒരു കാര്യം ഉറപ്പാണ്, ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ശക്തീകരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഹല്ലേലൂയ. ഈ ഫിലിപ്പിയ ലേഖനം എഴുതിയത് നിങ്ങൾക്ക് അറിയാമോ? ഹല്ലേലൂയ. ഫിലിപ്പിയ സഭയിലെ ഒരു ഭൂതഗ്രസ്തയായ സ്ത്രീ, ഹല്ലേലൂയ, ആത്മാവിന്റെ ശക്തിയിൽ ഒറ്റ ശാസന അവിടെ ഭൂതമഴി. വചനത്തിന്റെ ശക്തി ഒറ്റ പ്രസംഗം ഒരുത്തിന്റെ ഹൃദയം തുറന്നു. ആത്മാവിന്റെ ശക്തി ഒറ്റ ആരാധന എല്ലാ വാതിലും തുറന്നു. കാരാഗ്രഹം രക്ഷിക്കപ്പെടുകയും ചെയ്തു. സ്തോത്രം. ആത്മാവിനെ ഉപയോഗിച്ചു, കാരാഗ്രഹം തുറന്നു. വചനം ഉപയോഗിച്ചു, സ്ത്രീയുടെ ഹൃദയം തുറന്നു. ശക്തി ഉപയോഗിച്ചു, ഭൂതം വിട്ടുപോയി. ഫിലിപ്പിയിലെ സഭ തുടങ്ങി. ഇന്ന് രാത്രി ഈ 3 കാര്യം ഇവിടെ നടക്കണം. ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ, ആത്മാവിന്റെ ആരാധന വെളിപ്പെടുമ്പോൾ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഫിലിപ്പിയിൽ ഒരു ഉണർവുണ്ടായെങ്കിൽ ഇന്ന് രാത്രി ഇവിടെയും ആ ഉണർവ് തരുവാൻ യേശു മതിയായവനാ. ശ്രദ്ധിച്ചേ, യേശു കരഞ്ഞു കേട്ടോ. യേശു ചിരിച്ചെന്ന് പുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ട് യേശു ചിരിച്ചെന്നൊന്നും ഞാൻ സമർത്ഥിക്കുന്നൊന്നുമില്ല. യേശു എപ്പോഴെങ്കിലുമൊക്കെ ചിരിച്ച് കാണും. സ്തോത്രം. കുറഞ്ഞ വർഷം ഈ പത്രോസ് നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുക എന്ന് പറഞ്ഞപ്പോൾ, അല്പം 5 മിനിറ്റ് മുമ്പേ ഭൂതമാണെന്ന് പറഞ്ഞവൻ നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഉള്ളിലെങ്കിലും ചിരിച്ച് കാണും. സ്തോത്രം. പ്രൈസലോ. എൻ്റെ കാല് നീ കഴുകണ്ട എന്ന് പറഞ്ഞവൻ കൈയും കഴുകാൻ പറഞ്ഞപ്പോൾ യേശു ചിരിച്ച് കാണും. സ്തോത്രം. പ്രൈസലോ. പക്ഷെ അത് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെ യേശു കരഞ്ഞു കേട്ടോ. 1 ലാസറിന്റെ കല്ലറയ്ക്കൽ, 2 യെരുശലേമിനെ നോക്കി. 1 ഇന്നലെ നടന്ന തകർച്ചയോർത്ത്, 2 നാളെ സംഭവിക്കാൻ പോകുന്ന തകർച്ചയോർത്ത്. ഒരു സ്തോത്രം പറഞ്ഞേര്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്കും നിനക്കും നമ്മുടെ ഇന്നത്തെ പ്രശ്നം അതുകൊണ്ട് വർത്തമാനകാലം അറിയാം, ഭൂതകാലം അറിയാം, പക്ഷെ ഭാവി അറിയത്തില്ല. പക്ഷെ നിന്റെ അടുക്ക വെളിപ്പെട്ട് നിൽക്കുന്നവന് നിന്റെ ഭാവി നോക്കി കരയുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതമില്ലാത്തതൊക്കെ നീ ചെയ്തുകൊണ്ട് നടന്നാൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ, സഭയ്ക്ക് കേടുവരുത്തിയാൽ, സഭ തകർക്കാൻ നോക്കിയാൽ, നീ ഒരു കാര്യം ഓർത്തോണം. യെരൂശലേമിനെ നോക്കി യേശു കരഞ്ഞ പോലെ ഇന്ന് നിന്നെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നാളെ സംഭവിക്കാൻ പോകുന്ന ഓർത്ത്. ഒരു സ്തോത്രം പറഞ്ഞേര്. ഹല്ലേലൂയ. യെരൂശലേമിന്റെ പണികൾ കണ്ട് കർത്താവേ കണ്ടോ, എന്നോ പണിയാ. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ആർക്കിടെക്ട് എത്ര മനോഹരമാ, ഇതിന്റെ പെയിന്റിങ് നോക്കിയേ. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു പൊട്ടിക്കരഞ്ഞു. കരയാൻ കാരണം, ഇന്ന് ഷെയ്പ്പ് ഉണ്ടെന്ന് തോന്നുന്നത് നാളെ ഷെയ്പ്പ്ലെസ്സായി, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരുന്ന കാഴ്ച ആത്മാവിൽ കണ്ടിട്ട് നോക്കി കരഞ്ഞെങ്കിൽ ഈ രാത്രി ക്രിസ്തുവിന്റെ ഭാവം നിന്റെ അകത്തുണ്ടാകട്ടെ. ചിലതിനെ കണ്ട് കരയുവാൻ, കർത്താവേ അതെനിക്ക് സംഭവിക്കരുത്. ഹല്ലേലൂയ. അത് സംഭവിക്കും മുമ്പേ ഞാൻ നിന്റെ ഭാവം ധരിക്കുവാൻ ഈ രാത്രി തയ്യാറാ. എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ഏറ്റവും വലിയ യോഗ്യത വിശ്രമരഹിത ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 13 വർഷം മിഷി ഇരുന്നുകൊണ്ട് 13 വർഷം 150 പരം പാസ്റ്റർമാരുടെ റിപ്പോർട്ട് എല്ലാ മാസവും വായിച്ച് എനിക്ക് ഒത്തിരി കാര്യം മനസ്സിലായി. ഒന്നും ഇവിടെ പറയുന്നില്ല, പറയാൻ സമയമില്ലല്ലോ. എൻ്റെ പിന്നാലെ ബഹുമാനായ മിഷണറി പ്രസംഗിക്കാനുണ്ടല്ലോ. ഹല്ലേലൂയ. 1 മാസത്തിന് 30 ദിവസമുള്ളപ്പോൾ 30 ദിവസം കൊണ്ട് 5 വീട് കയറുക, 7 ട്രാക്ട് കൊടുക്കുക. സ്തോത്രം. അങ്ങനത്തെ എത്ര റിപ്പോർട്ട്, അത് എല്ലാ മാസവും ഒരുപോലെ. 12 മാസവും 5 വീട് 7 എന്ന് എനിക്ക് ചിന്ത. ഇപ്പം ഈ മുളക്കേടുന്ന് മേടിച്ചുകൊണ്ട് പോയപ്പോൾ 12 പൂരിപ്പിച്ച് വെച്ചേക്കുക. അല്ലെങ്കിൽ ഓരോ മാസം അയക്കുന്നതേ ഉള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞേരെ. പക്ഷെ സ്വർഗം അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. 3.5 വർഷം വിശ്രമരഹിത ശുശ്രൂഷ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. കാനാവിലെ കല്യാണം എടുത്തുകൊടൽ വചനം വായിച്ച് നിങ്ങളിപ്പോൾ കേട്ട വചനം നിവൃത്തിയായും തുടങ്ങി. ഗത്സമനയിൽ ഏദനിൽ പരാജയപ്പെട്ടതിനെ ഗത്സമനി തുറന്നു കൊടുത്തിട്ട്
പ്രൈസ് ദി ലോർഡ്. ഏദനെ പൂട്ടിയതിനെ ഗെത്സമനെ തുറന്ന് എല്ലാം നിവൃത്തിയാക്കിയ ദൈവം. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഏദനകത്ത് ജീവനാ, പുറത്ത് മരണമാ. പുറത്തേക്ക് തള്ളി കതകടച്ചു. ആ കതക് വെളിപ്പാട് പുസ്തകത്തിൽ തുറന്നു. ഇതാ നിന്റെ മുമ്പിൽ ഞാൻ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇനി അത് ആർക്കും അടച്ചുകൂടാ. ഒരു സ്വത്രം പറഞ്ഞേര്. ഇന്ന് രാത്രി കൃപയുടെ വാതിൽ മാത്രമല്ല, നിന്റെ ഭാവിയുടെ വാതിൽ, നിന്റെ നന്മയുടെ വാതിൽ, നിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ, നിന്റെ ശുശ്രൂഷയുടെ വാതിൽ ഇന്നിരുന്ന് ദൈവം തുറക്കാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വളരെ ശക്തമായിട്ട്. എൻ്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചു, പക്ഷെ എൻ്റെ ശുശ്രൂഷയെ ബാധിക്കത്തില്ല, ദൈവത്തിന്റെ പ്രവൃത്തിയെ ബാധിക്കത്തില്ല. ദൈവാത്മാ പറയുന്നു, ഇന്ന് രാത്രി അടഞ്ഞ ചില വഴികൾ ദൈവം തുറക്കാൻ പോകുകയാ. നിന്റെ ഭാവിയെ നോക്കി ഇനി ഒരു നന്മ വരത്തില്ല, ഇനി ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല, ഇനി ഒരു ഭാവി കാണത്തില്ല എന്ന് വിധി പറഞ്ഞ പിശാചിനെ നോക്കി പറ, ഇല്ല പിശാചേ, നീ ഇട്ട ക്വസ്റ്റ്യന്മാർക്ക് ഇന്ന് രാത്രി എന്റെ യേശു അത്ഭുത ചിഹ്നമാക്കി മാറ്റാൻ പോകുകയാ. നീ കോമായിട്ട് നിർത്തിയെടുത്ത് എന്റെ ചരിത്രം ദൈവം തുടങ്ങാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കും? ഇന്ന് രാത്രി ഒരു പുതിയ ചരിത്രം എനിക്ക് വേണ്ടി എന്റെ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു നിമിഷം നന്നായി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൃപ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ദിനവൃത്താന്ത പുസ്തകത്തിൽ ഒരധ്യായം, എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചവന് വല്ലതും കൊടുത്തോ? ക്വസ്റ്റ്യന്മാർക്ക്. അധ്യായം തീർന്നു. പിന്നെ ഒരു 80 അധ്യായം എഴുതിപ്പോയി. സ്വതന്ത്രം. ഒരധ്യായം നിർത്തി 80 അധ്യായം എഴുതിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പഴയ അധ്യായം ആരും എഴുതാറില്ല. സ്തോത്രം. പിന്നുള്ള അധ്യായമൊക്കെ പെട്ടെന്ന് എഴുതിച്ചെന്ന് എൻ്റെ ചിന്ത. സ്തോത്രം. കാരണം ഈ അധ്യായം പിന്നെ ആരും നോക്കരുത് അതിനു വേണ്ടി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അന്ന് രാത്രി ഉറക്കം കെടുത്തി ക്വസ്റ്റ്യന്മാർക്കിട്ട് അധ്യായം തുറന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇനി ഒരിക്കലും തുറക്കത്തില്ലെന്ന് പിശാച് വാദിച്ച് 50 മുഴം എന്ന് പറഞ്ഞ 75 അടി ഉയരമുള്ള കഴുകുമരം കാത്തിരിക്കുന്ന ആ രാത്രി സ്വർഗം ക്വസ്റ്റ്യന്മാർക്കുള്ള അധ്യായം തുറന്നു. സ്തോത്രം. ദൈവാത്മാവ് ക്വസ്റ്റ്യന്മാർക്കിന്റെ അറ്റത്ത് പിടിച്ച ഒറ്റ വരി, അത് അത്ഭുത ചിഹ്നമായി. കഴുകുമരം ഉണ്ടാക്കിയവൻ അത് തൂക്കി. എന്നിട്ട് തൂക്കാനിരുന്നവൻ കുതിരപ്പുറത്ത് കയറി. മനസ്സിലായില്ല? ഇന്ന് രാത്രി നിന്റെ ചരിത്രം മാറുകയാ. നിന്റെ ചരിത്രം എഴുതുന്നത് ഇവിടുത്തെ കുട്ടിപ്പിശാചല്ല, ഇവിടുത്തെ ഏതെങ്കിലും മതശക്തിയല്ല, ഇവിടുത്തെ കർമാപ്പസിയല്ല. നിന്റെ ചരിത്രം എഴുതുന്നത് എന്റെ സ്വർഗത്തിലെ ദൈവമാ. വിശ്വാസമുള്ളവൻ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ ചരിത്രം ഈ രാത്രി പുതുക്കി എഴുതുവാൻ പോരാ 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 കുഞ്ഞ്. ഇന്ന് രാത്രി നിന്റെ കഴുകുമരം മാറുന്ന രാത്രിയാ. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുന്ന രാത്രിയാ. സ്വർഗം നിന്നെ ഓർക്കുന്ന രാത്രിയാ. ഓ റമന രഗത വക്ഷ രമനഗ ശംധര ചുടബ രമന ബലവശ്. ഓ ഹല്ലേലൂയ. സ്തോത്രം. നമുക്കിപ്പോൾ എഴുന്നേൽപ്പിക്കാൻ പേടിയാ. കാരണം എഴുന്നേൽക്കുന്നവരുടെ ധാരണ കാറ്റിനി പാനാന്ന. എനിക്കൊരു പാട്ട് പാടി ഒരു 2 മിനിറ്റ് ആരാധിച്ചാൽ കൊള്ളണമെന്നുണ്ട്. കാന്റീനി പോകത്തില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് മോനെ. നമ്മുടെ സാംസ എപ്പോഴും പാടുന്നത് നല്ല പാട്ടുണ്ടല്ലോ, നല്ലപോലെ ആരാധിക്കുന്ന ഒരു നല്ല പാട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കൺവെൻഷന് പാടി. ഒന്ന് പാടിക്കേ. ദയവ് ചെയ്ത് ആരും കാന്റീനിലോട്ട് പോകല്ലേ. സ്തോത്രം. ഒന്ന് ആരാധിക്കണം. ദൈവം ഒരു കാര്യം ചെയ്യാൻ പോവാ. അതെത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ക്വസ്റ്റ്യന്മാർക്ക് ദൈവം അത്ഭുത ചിഹ്നമാക്കാൻ പോകുന്ന വിശ്വസിക്കുന്ന കാര്യം ഒന്ന് ഉയർത്തിക്കേ. സ്തോത്രം. 2 കൈ അടിക്കണം. സ്തോത്രം. ചേർന്ന് പാടണം. സാംസ ഉഴപ്പല്ല, ഒന്ന് പാടിക്കുക നല്ല പോലെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ. വ്യാകുലകാലം തീരാറായി എല്ലാവരും ചേർന്ന് കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ. വ്യാകുലകാലം തീരാറായി സാക്ഷികളെ ആയാറിൽ ഞാൻ കണ്ടിടുമേ ദൂതസേനകളെ. അവരുടെ പ്രത്യാശയോടെ ദൈവകൃപയോടെ ആയാറിൽ ഞാൻ കണ്ടിടുമേ സേനകളെ. അവരുടെ നടുവിൽ പ്രിയതേ തേജസ്സിൽ കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ. വ്യാകുലകാലം തീരാറായി സാക്ഷികളെ. നന്ദനമോ ഫലസംഗലയോ അതിലൊരു നാളും
ഭാഗ്യം വ്യാകുലയായവളെ പ്രായാണിവിടെ കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം താമസമില്ല തിരുസഭയെ കാലം തീരാറായി നയിച്ചവരെ വേഗം തേജസ്സിൽ താമസമില്ല തിരുസഭയെ കാലം തീരാറായി നയിച്ചവരെ വേഗം തേജസ്സിൽ താമസില്ല തിരുസഭയെ കാലം തീരാറായി നയിച്ചവരെ വേഗം താമസമില്ല തിരുസഭയെ അഭിഷേകത്തോടെ Yes, yes, yes. Glory, 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 glory. Amen, amen, amen. Amen, 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 amen. Oh, നൃത്തം ചെയ്താരാധിക്കേ ശക്തിയോടെ രോഗികളെ ഇപ്പോൾ സൗഖ്യമാകട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ശാപബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക പോരുകൾ അഴിയട്ടെ, കുടുംബങ്ങളെ കെട്ടഴിയട്ടെ, നൂറ്റനടച്ച വാതിൽ തുറക്കട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷയുടെ ചാലുകൾ തുറക്കട്ടെ, ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഓ ഓ ഓ ഓ Oh, oh, yes, 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 yes. Uda mana tiga nimadana uda nimane hamte manage. Uda bala bakshaka jala garagada vaida garibala vaida gajan. Uda bala gashaka samdana vayadi gara uda garibala tegada uda. Oh, hallelujah.